അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീശുവല തുന്നാൻ കഴിയാൻ നോക്കി കഴിഞ്ഞാൽ അപ്പൊ അത് വലിയ ഹോൾസായിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരു സിറ്റുവേഷനെ. അപ്പൊ നമ്മൾ നേർക്ക് അതിനെ നമ്മൾ ഒരു റിങ് ഞാൻ പണ്ടേ ഞാൻ വെൽഡിങ് ഷോപ്പ് പണിക്ക് പോയ സമയത്ത് ആക്കി വെച്ചിട്ടുണ്ട് അതിനെ. അപ്പൊ ആ റിങ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നല്ല ഐസ് കോരി വല സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ തന്നെ കാണാൻ കഴിയുക ഇടയിലും ചെറിയൊരു ഹോൾസ് പോലെ അങ്ങനെ വല വലിയ കീറിൽ കീറി കഴിഞ്ഞാൽ. അപ്പൊ ലാസ്റ്റ് ഇങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഒരു കോരി. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞണ്ട് പിടിക്കാൻ പോയല്ലോ എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഏഴാമലി പോയിട്ടുണ്ട്. ഏഴാമലി പോയിട്ട് നമ്മൾ കുറച്ച് കോഴിക്കാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇട്ട് നോക്കാം എന്താ കിട്ടുവാണ്. അപ്പം വീഡിയോയിലേക്ക് നേരത്തെ വിട്ടേക്കാം. അപ്പം നമ്മളിതാ സാധനം ടൂൾസിലായിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടേ. വൈഫ് മുമ്പിൽ ഇറക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ വണ്ടി ഇട്ടിട്ടുണ്ട്. നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങോട്ട് കുറച്ചും കൂടി നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ സെറ്റാക്കി നല്ല അങ്ങോട്ട് നടക്കുകയാണ്. ഇവിടെ നൈസായിട്ട് പാർക്കാക്കിയിട്ടുണ്ട്. ഇത് നമ്മളെ വീടിൻ്റെ പഴയ വീടിൻ്റെ കുറച്ച് താഴായിട്ട് വരുന്നതാണ്. വൈഫ് ഇത് ഐക്സും തിന്നുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോകേണ്ടത് കുറച്ച് അങ്ങോട്ടേക്കാണ്. ഈ വയ്യെല്ലാം പണ്ട് ചെറുതിൽ ആറാടി കളിച്ച വയ്യാന്നേ. എത്രയോ കാലത്തിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് ഇപ്പം വരുന്നത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇത് രണ്ടാമത്തെ പ്രാവശ്യമായിട്ടാണ് ഇപ്പം ഇങ്ങോട്ട് വരുന്നത്. ഒരിക്കൽ ഞാനിവിടെ ഇവിടെ ബോട്ടുണ്ടായിനെ. അതായത് നമ്മളെ നാട്ടിൽ തന്നെ ഉള്ളൊരു ഏട്ടൻ്റെയാണ്. അപ്പം അത് നോക്കാൻ വേണ്ടി വെറുതെ വന്നതാണ്. അതിനുശേഷം ഇപ്പം അങ്ങോട്ട് വരുന്നത്. കാടെല്ലാം കയറി മൂടിയിട്ടുണ്ട് ഇവിടെ. മുമ്പിൽ ആമസോൺ കാട്ടിലൂടെ പോകുന്നപോലെ പോവുന്നേ. കാടെല്ലാം താണ്ടിയിട്ട് കുറച്ച് അങ്ങോട്ട് എത്താനുണ്ടേ. അപ്പോൾ നോക്കിയോ കാടെന്ന് ഇടാൻ കഴിയുമോ. അന്ന് വന്ന് നമ്മൾ ഇതിലൂടെ മുമ്പ് ഒരു കൊള്ളിപ്പാലുണ്ടായതാണ്. ഇപ്പം വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ സൈഡിൽ നമുക്ക് ഇട്ട് നോക്കാം എന്തെങ്കിലും കിട്ടുമെന്ന്. ലൈഫ് ഇടുന്ന് നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടും ഇടാൻ കഴിയാമെന്ന് അറിയില്ല. ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ സൈഡിൽ കൂടെ വലിച്ച് കയറ്റില്ലാന്ന് പറഞ്ഞു ഞണ്ടിനെ പണി. അതായത് കോഴിക്കാല് കെട്ടിയിട്ട് ഇട്ട് കൊടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഒരു രണ്ടെണ്ണം ഈട് ആടിയായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്ത് നോക്കാം. അങ്ങോട്ടേക്ക് ഉണ്ടോയെന്ന് ആടി നോക്കി നോക്കാം നമുക്ക്. അപ്പോൾ നമ്മളിത് വീശുവലൻ്റെ ചുരുക്കാലിനുണ്ടായ കയറാണ്. ഈ കയറിലാണ് നമ്മൾ കോഴിക്കാല് കെട്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കയറ് ഓരോന്ന് മുറിച്ച് എടുത്തിട്ടാകുമ്പോൾ കോഴിക്കാല് കെട്ടിയിട്ട് നമുക്ക് നേരത്തെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പക്ഷെ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ കോരി വലിച്ച് കയറ്റിൽ പണിയാണെന്നൊന്നും അറിയില്ല. നോക്കി നോക്കേ. അപ്പോൾ നമ്മൾ കോഴിൻ്റെ കാലെടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇവരെ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് കെട്ടിക്കൊടുക്കുക. ഇത് കഴിഞ്ഞു പോകാത്ത രീതിയിൽ ഇത് ഇങ്ങനെ കൊളത്തിയിട്ട് നമുക്ക് നല്ല അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നല്ല വീഡിയോയിൽ കെട്ടും കൂടി കെട്ടുമൊക്കെ കൊടുക്കാം. ഇപ്പോൾ ഒന്ന് ഇട്ടിട്ടുണ്ടേ. ഞാൻ നേർക്കൊന്ന് അപ്പുറത്ത് ഇട്ട് കൊടുക്കാം. അതും അതേപോലെ തന്നെ നമ്മൾ കെട്ടി കൊടുക്കുന്നു. ഞാൻ മൊത്തം ഇട്ടിട്ട് നമുക്ക് കാണിച്ചു തരാം. നമുക്ക് കെട്ടുന്നുണ്ടേ. അപ്പോൾ നമുക്ക് അപ്പുറത്തൊന്ന് ഇട്ട് നോക്കാം. അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന കോഴിക്കാലിൽ ഇതുപോലത്തെ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് നമ്മൾ ഇട്ടിട്ട് കൊടുക്കുന്നത്. എന്താണെന്നൊന്നും അറിയില്ല. നമുക്ക് നോക്കി നോക്കാം എന്താ അവസ്ഥയാണ്. അപ്പം നമ്മളെ ഏകദേശം ഇനിയൊരു 3 കയറും കൂടി ഉണ്ട്. 3 കയറിൽ കറക്റ്റ് കോഴിക്കാല് കറക്റ്റ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. എണ്ണം പറഞ്ഞ് വാങ്ങിയതാണ്. അപ്പോൾ അത് അധികം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് ഒന്നിൽ ഈ രണ്ടെണ്ണം വെച്ചിട്ട് ഇതുപോലെ ഈ രണ്ടെണ്ണം വെച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നോക്കി നോക്കാം. നമുക്ക് ഇട്ടിട്ട് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്ന് നോക്കി നോക്കാം എന്തെല്ലാം ഉണ്ടാവുകയാണ്. കിട്ടുമോ ഇല്ലയൊന്നും നമുക്ക് നോക്കിയിട്ട് അറിയാം. അപ്പോൾ ഈ 3 കയറും കൂടി ഉണ്ട്. ഇതും കൂടി ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം ആയേ കോഴിക്കാലിട്ട് നോക്കൽ. അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന കോഴിക്കാലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 6-7 കയറിലുണ്ടായിട്ടില്ലേ. അപ്പോൾ ഈ 2 ആക്കിയിട്ട് ഇട്ടില്ല. അപ്പോൾ ലാസ്റ്റിൽ കുറച്ച് അപ്പുറത്തേക്കായിട്ട് ഇട്ടിട്ടില്ലേ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കൽ ഭയങ്കര കൊതുക. കുറേ കാലത്തിന് ശേഷം ഒന്നും ഞണ്ട് പിടുത്തത്തിന് വേണ്ടി ഇറങ്ങിയിട്ടില്ലേ. നോക്കാം നമുക്ക് എന്തെങ്കിലും കിട്ടുവാണേ. അപ്പോൾ നമുക്ക് ഒരു 1 മണിക്കൂർ കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാകുമ്പം നമുക്ക് നല്ല വന്ന് നോക്കാം. പണ്ടത്തേറ്റോടെ ഒരുപാട് മീൻ പിടിച്ച് നടന്ന സ്ഥലമാണ്. ഇതിവിടെ നടക്കാൻ അടിപൊളിയാണ്. പക്ഷേ കുറച്ചൊരു 5 മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ കൊതുക് കൊണ്ട് പോവുക. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇട്ടത് ഇതാ
ഈടായിട്ടാണ് നമ്മൾ ഇട്ടിട്ടില്ലേ. ഓക്കെ അങ്ങനെ നമ്മളവിടെ ചൂണ്ടിട്ടിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ചെറിയൊരു സ്ഥലം കിട്ടിയിട്ട് ഇരിക്കാനല്ലേ. അപ്പം അവിടെ ഇരുന്നിട്ട് നമ്മൾ അവലും മിച്ചറും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അത് കഴിക്കാം നമുക്ക്. എന്തായാലും ഒരു മണിക്കൂർ നോക്കിയിട്ടാകുമ്പോൾ മല്ല പോയി നോക്കാം നമുക്ക് എന്താ ഉണ്ടാവുക. അപ്പം നമുക്ക് അവലും മിച്ചറും കഴിച്ചേക്കാം. അങ്ങനെ കുറച്ച് കുടിവെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അവലും മിച്ചറും തക്കാളി നുറുക്കെല്ലാം എടുത്തിട്ടുണ്ടേ. തക്കാളി നുറുക്കില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞേ. അങ്ങനെ നമ്മൾ അവലും മിച്ചറും കുഴച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മല്ലയുടെ കഴിച്ചിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞാകുമ്പോൾ അങ്ങനെ അവലും മിച്ചറെല്ലാം കഴിച്ച് കുറച്ച് നേരം വീഡിയോസെല്ലാം എഡിറ്റ് ആക്കാനെല്ലാം ഉണ്ട്. അതെല്ലാം എഡിറ്റ് ആക്കിയിട്ട് ഒരു 3/4 മണിക്കൂർ അയച്ചിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം എന്താണെന്ന് കിട്ടുമോ നമുക്ക്. അപ്പോൾ കടത്തിട്ട് കാണാം. ശിവലയാന്ന് കേട്ടോ മുറിച്ചിട്ട് നമ്മൾ കോരിയാക്കിയിട്ടുണ്ട്. ഇനി നോക്കാം. അത്യാവശ്യം മോശമില്ലാത്തൊരു റിങ് തന്നെ കേട്ടോ. നമ്മൾ ബെൽഡിങ് ഷോപ്പിൽ ഞാൻ ബെൽഡിങ്ങിൻ്റെ പണിക്ക് പോയ സമയത്ത് ആക്കിയതാണ്. അടുത്തൊരു കമ്പി ഇട്ടിട്ട് അത്യാവശ്യം മോശമില്ലാത്തൊരു വലിയൊരു റിങ്ങാണ്. വേറെ ഇതിൻ്റെ ഒരു ചെറുതും കൂടി ഉണ്ട്. അത് നമ്മൾ രാത്രിക്ക് ഇരുമിനെല്ലാം പിടിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാമെന്നുള്ളൊരു മൈൻഡ് സെറ്റിലാക്കിയതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ട് ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീടിയുടെ കയറ് വലിഞ്ഞിട്ട് കാണുന്നുണ്ടേ. നമുക്ക് നോക്കി നോക്കേ. എന്നാ മേടിച്ച അതിന് കിട്ടുമെന്നറിയില്ല. അത് വേറെന്തോ കൊള്ളിയൊന്നുമല്ല. പൊട്ടൻ
ചെക്കൻ എന്നാ കളിക്കുന്നത്, കുറച്ചും കൂടെ സമയം കൊടുക്കണ്ടേ. അപ്പോൾ ഒരു വലിയ സൈസ് ഞണ്ടുണ്ടായിനെ. ഫസ്റ്റത്തെ നമ്മളിട്ട് ലാസ്റ്റത്തെ ചൂണ്ടല്ലേ, അപ്പോൾ അതിനെ വലിച്ച് കയറ്റാൻ കഴിഞ്ഞിട്ടില്ല. സാധനം മിസ്സിങ് ആയിപ്പോയ. നല്ല റെഡ് ക്രാബ് എന്നല്ല കിട്ടുന്ന സാധനം. നോക്കി നോക്കാം, ഒന്നുകൂടി ഇട്ടിട്ടുണ്ട്. നോക്കി നോക്കാം, കിട്ടിയെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലയെന്ന് പറയാം. അപ്പോൾ ലാസ്റ്റ് ഇട്ട ചൂണ്ടയിൽ അത്യാവശ്യം പോസ്റ്റിലത്തെ വലിയ സൈസ് സാധനം ഉണ്ടായിരുന്നു. സാധനം മിസ്സിങ് ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇട്ടുവെച്ചിട്ടുണ്ട്. ഒന്നും കൂടി നോക്കി നോക്കാം. അപ്പുറം പോയിട്ട് വന്നിട്ട് ഒന്നും കൂടി നോക്കി നോക്കാം എന്താ അവസ്ഥ. കുറേ കാലം ഇങ്ങനെ ഈ പാലത്തിന് മുകളിൽ സൈഡിൽ നിന്നെല്ലാം ഇങ്ങനെ ചൂണ്ടിട്ട് ഞണ്ട് പിടിച്ചിട്ടേ. അപ്പോൾ അതിന് ഇങ്ങനെ പിടിക്കണം കുറച്ച് നല്ല അടിപൊളി നാക്കുമാണ്. നല്ല അടിപൊളി നാക്കില്ലെങ്കിൽ സാധനം കുറച്ച് ടാസ്ക് ആവുകയാണ്. നമ്മളെ വടക്കൻ ബ്ലോക്സിൽ മറ്റേ നമ്മളെ രാഹുലേട്ടനെല്ലാം പറഞ്ഞ പോലെ കുറച്ച് ടാസ്ക്കാണ് ഇതങ്ങ് പിടിച്ച് കയറ്റാനേ. അതൊന്നും നമ്മൾ അപ്പുറത്ത് വിട്ടിട്ടുണ്ട്, പോയി നോക്കി നോക്കാം. അപ്പോൾ ഇടുന്ന നേരെയല്ല ഇവർ കരക്കൊക്കെ വലിച്ചു കൊണ്ടുവരുന്നത്. അപ്പോൾ കണ്ടലിൻ്റെ വേരിൻ്റെ ഇടയിൽ കയറിയിട്ട് നമുക്കിത് വലിച്ചെടുക്കാൻ കഴിയുന്നില്ല. കാരണം വലിച്ചെടുക്കുന്ന സമയത്ത് കണ്ടലിൻ്റെ വേര് മുട്ടിയിട്ട് നിലകിലേക്ക് പോവുന്നേ. മല്ല 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 നമ്മൾ വലിച്ച് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്, പക്ഷേ വിട്ട് പോവുന്നേ. ഇവിടെ അത്യാവശ്യം മോശമായിട്ട് ഞണ്ടുണ്ട്, പക്ഷേ ഇതന്നെ സംഭവം. ഇവിടെ ഇടുന്നുണ്ടെങ്കിൽ റിങ് ഇട്ടില്ലേ കാര്യമില്ല, ഇങ്ങനെ കെട്ടിയെടുക്കൽ കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ അതിൽ ഞണ്ടുണ്ടായിനെ, പക്ഷേ ഞണ്ട് വലിച്ചിട്ട് കറക്കൊക്കെ തന്നെ കൊണ്ടാടി ഇട്ടിട്ടുണ്ടായിനെ. പക്ഷെ എന്നിട്ട് റിങ് നമ്മളെ കോരി ഇട്ട് പിടിക്കൽ കുറച്ച് ടാസ്ക്കാണ്. കാരണം ഈ സൈഡിൽ ഇങ്ങനെ ഇതായതുകൊണ്ട് നമുക്ക് കോരി താക്കാൻ കഴിയുന്നില്ലേ. അപ്പോഴത്തേക്കന്നെ അവർ വിട്ട് പോകുന്നുണ്ട്. നോക്കി നോക്കാം, അപ്പുറത്തും കൂടി ഉണ്ട്. നമുക്ക് ഇല്ലതാണെങ്കിൽ നമുക്കായിട്ട് കിട്ടുപ്പാ. നമുക്കുണ്ടാ പേടി. നമുക്ക് അപ്പുറത്ത് കൂടി പോയി നോക്കേ. അങ്ങനെ ഫസ്റ്റത്തെ ക്രാബിനെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. മോശമില്ലാത്ത ശീലക്കാട്ടും വലിയൊരു സൈസ് സാധനമാണ് ബ്രോ. സാധനം മിസ്സിങ് അതിന്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം സൈസിലത്ത. ഇതിനെക്കാട്ടും വലിയ സൈസ് ഞണ്ടാ നമ്മളെ കയ്യിൽ നിന്ന് മിസ്സായിട്ടില്ലേ. അത് പിടിച്ച അപ്പോൾ അത് വലിയ നഷ്ടമായിട്ട് നമുക്ക് തോന്നില്ല. ഈ സ്പോട്ടിൽ തന്നെ ഇട്ടിട്ടുണ്ടായിനെ. അപ്പോൾ സാധനം സാറല്ല, നമുക്ക് അർഹതപ്പെട്ട നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാലേ കിട്ടിയില്ല. വന്നിട്ട് സാധനം ഒന്നെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബക്കറ്റിലേക്ക് ഇട്ടേക്കാം. വിട്ടാ അങ്ങനെ രണ്ടാമത്തെ രണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിസാഹസികമായിട്ട് കിട്ടിപ്പോയാണ്.
ഇവിടെ അത്യാവശ്യം മോശമില്ലാണ്ട് ഞണ്ടുണ്ട്. പക്ഷെ നമുക്ക് പിടിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. ഈ കണ്ടലിൻ്റെ വള്ളിയും കാര്യമെല്ലാം ഇല്ലോണ്ട് അതായത് കാണിച്ചറിയതാ ഇതേപോലത്തെ ചണ്ടി വള്ളിയെല്ലാം ഇല്ലോണ്ട് നമുക്ക് ഇതിനെ വലിച്ച് കയറ്റി കുറച്ച് പണിയാണേ. അപ്പോൾ അത്യാവശ്യം മോശമില്ലാണ്ട് ആദ്യം നല്ല നൈസ് ഞണ്ട് പോയിട്ടുണ്ടേ. അപ്പോൾ ഇതും കുഴപ്പമില്ല. വന്നിട്ട് കൈമടക്കി പോകേണ്ടി വന്നിട്ടില്ലേ. ഒരു 2 കിട്ടിയിട്ടുണ്ടേ. ആദ്യം ഒരു 3 മിസ്സിങ് ആയിട്ടുണ്ടേ. അപ്പോൾ ഇതിനും കൂടി നമുക്ക് പാക്കറ്റിലേക്ക് തട്ടേക്കാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമുക്ക് 2 ഞണ്ടിനെ കിട്ടില്ല. ടോട്ടൽ ഏകദേശം ഒരു 5 ഞണ്ട് കിട്ടേണ്ടി വരാം. 3 ഞണ്ട് മിസ്സിങ് ആയിപ്പോയി. പിന്നെ 2 ഞണ്ട് മോശമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു ഏരിയയിലെല്ലാം നമുക്ക് അത്യാവശ്യം നല്ല ഞണ്ടുണ്ട്. പക്ഷേ ഇങ്ങോട്ട് ഭയങ്കര പക്ഷേ ഈ ഒരു സാധനത്തിൽ നമുക്ക് കോരി എടുക്കൽ ടാസ്ക്കാണ്. ഇവിടെ ഇടുന്നുണ്ട് റിങ് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ഞണ്ടെല്ലാം കിട്ടുക. അപ്പോൾ നമ്മൾ ഇതെല്ലാം ബാക്കി ഇതിലേക്ക് സെറ്റാക്കിയിട്ട് കോഴിക്കാളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം വെള്ളിക്കയിൽ പോയിട്ട് നമ്മൾ മീൻ പിടിക്കുന്ന സ്ഥലത്ത് അത്യാവശ്യം നമ്മൾ ചൂണ്ടിയിടുമ്പോൾ പയത്താൻ ചൂണ്ടിയിടുന്ന സമയത്ത് ഞണ്ട് വലിച്ചുകൊണ്ട് പോക്കണ്ടേ. അപ്പോൾ അവിടെ പോയി ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കേ. 2 കൂടി കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കറിക്കില്ലേ. അപ്പോൾ നേരത്തെ അങ്ങോട്ട് പോവേന്നേ വന്നിട്ടുണ്ട്. അടിയിടലായിട്ട് കുറച്ച് ചൂണ്ടകൾ കോഴിക്കാല് കെട്ടിയിട്ട് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഇവിടെ കാത്തിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറം ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഇട്ടിട്ടുണ്ട്. കുറച്ച് സമയം നോക്കി നോക്കാം. ഇതിൽ ഒരു കോയിൻ്റെ കാലും കൂടി ഉണ്ട്. അതും കൂടി ഇട്ടിട്ട് നമുക്ക് കുറച്ച് സമയം കൂടി നോക്കി നോക്കാം. അഥവാ കിട്ടിയാലായില്ലേ. അപ്പോൾ കുറച്ചും കൂടി നോക്കി നോക്കട്ടെ. അപ്പോൾ നമ്മൾ വെറുതെ കണ്ടിന് ഒരുത്തോടെ നടന്നു നോക്കിയാൽ നമുക്കൊരു ഇച്ചിരി ഇറുക്കാലും ഒരു ഞണ്ടിനെ കിട്ടിയിട്ടുണ്ട്. ലക്കിന് കിട്ടിപ്പോയതാണ്. ആ നേരത്തെ വെറുതെ കരക്ക് നോക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇറുക്കാലും ഇട്ടൊരു ഞണ്ടര ഒരു സൈഡിൽ ഇറുക്കാലും ഇട്ട് ഞണ്ടര കിട്ടിയിട്ടുണ്ടേ. പിന്നെ കൂടെ പാക്കറ്റിലേക്ക് തട്ടിയേക്കാം. ഈ ചത്താ അപ്പോൾ നമ്മൾ പോവാൻ നോക്കിയ സമയത്ത് നമുക്ക് അത്യാവശ്യം മോശമില്ലാത്തൊരു കിട്ടുള്ള ഞണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതിനെ വലിച്ചു കയറ്റൽ കുറച്ച് ടാസ്ക് തന്നെ. കേബിൾ ഇത് കാണിച്ചെടുത്ത് ഇതേപോലത്തെ ഒരു ചേരലാണ് നമ്മൾ ഇട്ടിട്ടുണ്ടേ. ഈ ചേരത്തിൽ തന്നെ നമുക്ക് പിടിച്ചിട്ട് ഒന്നുകൂടി ഇട്ടിട്ടുണ്ടേ. നോക്കി നോക്കാം. നമുക്ക് കുറേ ഞണ്ട് നമുക്ക് മിസ്സായ. ഏകദേശം 5-6 ഞണ്ട് മിസ്സായിട്ടാണ് നമുക്കിപ്പോൾ ഒന്നിനെ കിട്ടിപ്പോയ. ഇത് അത്യാവശ്യം മോശമില്ലാത്ത നല്ല സൈസ് ഞണ്ടാണ്. ഇനി വെക്കാലൊന്നും ഇല്ലേ? ഇല്ലേ ഇറുക്കാലില്ലാത്ത ഞണ്ടോ? ഇല്ലല്ലോ. ഇല്ല. അതെന്താ അങ്ങനെ? ഇത് ഇറുക്കാലില്ലാണ്ട് പിടിക്കാൻ വന്നത്. അതെ അനങ്ങാണ്ട് അവിടെ ഇരിക്കുന്നുണ്ടേ. ഈ കാണുന്ന വെള്ള കളർ കാണുന്നത് നമ്മളെ മറ്റേ ഇരുമീനാന്നേ. അതിൻ്റെ അവിടെ വലിയ ഞണ്ടുണ്ടായിനെ. കാരണം ഇവിടെ ഇങ്ങനെ ആയതുകൊണ്ട് ഈ ഇത്രയും വലിയ കോരി നമുക്ക് ഇട്ട് പിടിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിട്ടില്ലേ. സാധനം അങ്ങനെ കുറേ മീൻ ഞണ്ട് നമുക്ക് മിസ്സായിട്ടുണ്ടായിനെ. സ്ഥലം അത്യാവശ്യം നമുക്ക് മോശമില്ലാണ്ട് ഒരു 4 ഞണ്ടര കിട്ടിയിട്ടുണ്ട്. അപ്പം പോയേക്കാന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം നമുക്കില്ലതായിട്ടുണ്ടായിനെ. എന്നാലും ഒരു 5-6 ഞണ്ട് മിസ്സിങ് ആണ്. അപ്പൊ നമുക്ക് ടോട്ടൽ കിട്ടിയ ഞണ്ട് ഇതാണ്. അപ്പൊ ഈ വലിയ സൈസിൽ ഈ ഞണ്ടിനെ കണ്ട ഇതിനെ കണ്ട ഇതിന് ഇറുക്കാല ആ ഇറുക്കാലോ അതായത് പിടിച്ചിട്ട് ഇറുക്കാല് പൊട്ടിയിട്ട് അങ്ങനത്തെ രക്ഷപ്പെട്ടതാണ് തോന്നുന്നത്. ഇതേപോലത്തെ സൈസിലാണ് നമുക്ക് ഏകദേശം ഒരു 6-7 ഞണ്ട് മിസ്സിങ് ആയിട്ടുണ്ടായിനെ. കാരണം നമ്മളെ വലിയ കോരിയായിട്ട് നമുക്ക് ഇടാൻ പറ്റാണ്ടായിപ്പോനെ. അപ്പം നമുക്ക് കിട്ടിയ ഞണ്ട് ഇതാണേ. എനിക്ക് ആ ഒറ്റ ഇറുക്കല്ല, അതായത് ഷെല്ല് പൊട്ടിയൊരു ഞണ്ടിനെ കണ്ടതാ. ഈ ഒരു ഞണ്ടിനാ ഇത് ആരോ കമ്പിയും കൊണ്ട് കുത്തിയിട്ടേറ്റവും രക്ഷപ്പെട്ടു പോയതാണേ. അങ്ങനെ നമുക്ക് ഇത് മറ്റേ ചൂണ്ടക്കയറിൽ കിട്ടിയാന്നല്ല കേട്ടോ. ഇത് സൈഡിലുണ്ടായിട്ട് കോരിനെ കൊണ്ട് എങ്ങനെ കോരി എടുത്തതാണ്. അപ്പം ഇറുക്കല്ലാത്തൊരു വലിയ ഞണ്ടും പിന്നെ ചെറിയൊരു 3 ഞണ്ടുവേ. അപ്പൊ നമ്മളെ കയ്യിൽ നിന്ന് ഫസ്റ്റ് തന്നെ ഒരു വലിയ ഞണ്ട് മിസ്സിങ് ആയിട്ടുണ്ട് തന്നെ. അത് ഭയങ്കര വിശപ്പേ. ഇപ്പൊ ഇവിടെ വന്നിട്ട് നല്ലൊരു വിശപ്പേ. അപ്പോൾ നമുക്ക് അർഹതപ്പെട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ വീഡിയോസ് എല്ലാം കണ്ട് ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ അടുത്ത വീഡിയോയിൽ ഇടുന്നവരെ ബൈ ബൈ.